പ്രശസ്ത പിന്നണി ഗായിക എസ് ജാനകി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. മൈസൂരിൽ അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 20-ലധികം ഭാഷകളിലായി ആയിരക്കണക്കിന് ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. 4 ദേശീയ പുരസ്കാരങ്ങളും കേരള സംസ്ഥാന അവാർഡ് 14 തവണയും തമിഴ്നാട് സർക്കാരിൻ്റെ പുരസ്കാരം 7 തവണയും സ്വന്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ആര്യ നാരായണദേവ് ചേരുകയാണ്. ആര്യ, ഒരു ഇതിഹാസ ഗായികയാണ് യാത്ര പറഞ്ഞിരിക്കുന്നത്. 20-ലധികം ഭാഷകൾ, ആയിരക്കണക്കിന് ഗാനങ്ങൾ. എപ്പോഴായിരുന്നു അന്ത്യം? മറ്റു വിവരങ്ങൾ കൂടി. തീർച്ചയായും കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ വിടവാങ്ങിയത് ഒരു അതുല്യ പ്രതിഭയാണ്. അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. ശ്വാസകോശം ബന്ധപ്പെട്ട അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ ഇരിക്കവെയായിരുന്നു അന്ത്യം. ഇന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും മലയാളികൾക്ക് എന്ന് മാത്രമല്ല, സഹൃദയരായ ഒരു മനുഷ്യനും മാറ്റി നിർത്താനാകില്ല ജാനകി അമ്മയെ. നമുക്കറിയാം, ഗാനകോകിലമാണ്. 20 ഭാഷകളിലധികമായി 10,000-ലേറെ പാട്ടുകൾ, 1000-ലധികം പാട്ടുകൾ, അതും സഹൃദയരെ അത്രയേറെ സ്പർശിക്കുന്ന ഒരുപിടി നല്ല ഗാനങ്ങൾ. നമുക്കറിയാം, ഈ തലമുറകളുടെ ഒക്കെ താരാട്ടുപാടി ഉറക്കുന്ന ഒരു അമ്മയായി വേണം നമുക്ക് അവിടെ കാണാൻ. ഏത് തലമുറയിൽപ്പെട്ട ഒരുവിധപ്പെട്ട സഹൃദയന്മാരുടെ ആരിലെടുത്തു നോക്കിയാലും ജാനകി അമ്മയുടെ പാട്ട് കേൾക്കാത്ത ഒരു ദിവസമുണ്ടോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. അത്രയധികം മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ആ ഗാനമാധുരി നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. ആ ഗാനമാധുരിയുടെ മാതൃത്വത്തിൻ്റെ ആ ഒരു മനോഹാരിത. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ആന്ധ്ര സ്വദേശിനിയാണെങ്കിലും ഭാഷകൾക്കതീതമായി സ്വീകരിക്കപ്പെട്ട ഒരു നാദ മാധുര്യം, അത് തന്നെയാണ് ജാനകി അമ്മ. ജാനകി അമ്മ എന്ന് പറയുമ്പോൾ അത് തലമുറകൾ കടന്നുള്ള ഒരു പ്രയാണം തന്നെയാണ്. ആ ഗാന സ്വര മാധുര്യത്തിൻ്റെ ആ ഒരു നാദധാര തന്നെയായിരുന്നു. കാരണം ഏത് പ്രായത്തിലുള്ളവർക്കും, ഏത് ഭാഷകളിലുള്ളവർക്കും, ഏത് ദേശത്തിലുള്ളവർക്കും ആ ഗാനത്തിൻ്റെ മാധുര്യം ഹൃദയത്തിൽ ഏറ്റുവാങ്ങാൻ സാധിക്കും. അത്രത്തോളം ലളിതമായിരുന്നു അവരുടെ ആലാപന ശൈലി, ആ സ്വരമാധുരി, അല്ലേ? തീർച്ചയായും കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ ഭാഷകളിലായി ജാനകിയമ്മ പാടാത്ത ഭാഷകളില്ല, അങ്ങനെ വേണം നമുക്ക് ഒരുവിധം പറഞ്ഞു വയ്ക്കാൻ. ഹിന്ദി, തമിഴ്, മലയാളം, എല്ലാ ഭാഷകളിലും എവിടെ പോയാലും അമ്മയ്ക്ക് ആരാധകരേറെയാണ്. എന്തായാലും 1957 ആദ്യ ഗാനം ആലപിക്കുന്നത്. അത് തമിഴ് സിനിമയിലൂടെയായിരുന്നു ആ അരങ്ങേറ്റം ഉണ്ടായത് എന്നും നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും മലയാളിയെ സംബന്ധിച്ച് ഒരുപിടി മറക്കാനാവാത്ത ഗാനങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. മദനോത്സവം എന്ന ചിത്രത്തിലെ സന്ധ്യേ കണ്ണീരിലെന്തേ എന്ന ഗാനം ജാനകി അമ്മയുടെ സ്വരത്തിൽ ഉയർന്നു കേട്ടതോടെ അത് നമുക്ക് എക്കാലത്തെയും പ്രിയപ്പെട്ട ഗാനമായി മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ പ്രിയ ഗാനം നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ, അതും നമുക്കറിയാം. മലയാളികൾ ഉണ്ടാവില്ല, അത്രയധികം പ്രിയപ്പെട്ട ഗാനം. അസൂയാവഹമായ സ്വരമാധുര്യമാണ് ഈ ഗായികയ്ക്ക്, ഗാനകോകിലം ആയ ഗായികയ്ക്ക് പറഞ്ഞു വെക്കാനുള്ളത്. കെ പി ആര്യ പറഞ്ഞതുപോലെ തന്നെ ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർ മലയാളി അല്ല എന്ന് അംഗീകരിക്കാൻ പോലും കഴിയില്ല. കാരണം അത്രത്തോളം ആ ഭാഷാ ശുദ്ധി അവരുടെ ആ ഗാനത്തിൽ പ്രകടമായിരുന്നു. 1950 കാലഘട്ടത്തിലാണ് അവർ മലയാള സിനിമയിലേക്ക് വന്നത്. പിന്നീട് MS ബാബുരാജിൻ്റെ ഗാനങ്ങളിലൂടെ മലയാള സിനിമയ്ക്ക് അവിഭാജ്യ ഘടകമായി ആ ജാനകി അമ്മ മാറിയിരുന്നു. അങ്ങനെ തമിഴ് ഭാഷയിലായാലും കന്നഡ ഭാഷയിലായി കഴിഞ്ഞാലും മലയാളത്തിലായി കഴിഞ്ഞാലും ഹിന്ദി ഭാഷയിലായി കഴിഞ്ഞാലും തെലുങ്കിലായി കഴിഞ്ഞാലും അങ്ങനെ ഏത് ഭാഷയായി കഴിഞ്ഞാലും ആ ഭാഷയിൽ ജാനകി അമ്മ പാടുമ്പോൾ അവർക്കൊക്കെയും ഇത് ഞങ്ങളുടെ പാട്ടുകാരിയാണ്, ഇത് ഞങ്ങളുടെ ഹൃദയമാധുര്യം തന്നെയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ്. അതാണ് ജാനകി അമ്മയെ മറ്റു ഗായകരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്, അല്ലേ? അതെ, തീർച്ചയായും. എന്തായാലും വിധിതൻ വിളയാട്ട എന്ന തമിഴ് ചിത്രത്തിൽ പാടിക്കൊണ്ടായിരുന്നു ജാനകിയമ്മ ചലച്ചിത്ര സംഗീത രംഗത്തേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത്. 57 പുറത്തിറങ്ങിയ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിലെ ഇരുൾ മൂടുകയോ എന്ന വഴിയിൽ എന്ന ഗാനമാണ് മലയാളത്തിൽ ആദ്യമായി പാടിവെച്ചത്. എന്നാൽ കൊഞ്ചും ചിലങ്ക എന്ന തമിഴ് ചിത്രത്തിൽ പാടിയ ശിങ്കാരവേലിനെ ദേവ എന്ന പാട്ടോടുകൂടിയാണ് തെന്നിന്ത്യയുടെ താരഗായികയായി തന്നെ ജാനകിയമ്മ മാറിയത്.